വണക്കം. തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയ മാറ്റം വന്നു കഴിഞ്ഞു. അങ്ങനെ ദളപതി വിജയ് തമിഴ്നാട്ടിൻ്റെ മുതൽവനായി ചുമതലയേറ്റ് കഴിഞ്ഞു. തമിഴ്നാടിൻ്റെ തലൈവറിൽ നിന്നും മുതൽവനിലേക്കുള്ള വിജയുടെ പ്രയാണമാണ് ഇന്ന് രാവിലെ 10 മണിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നമ്മൾ കണ്ടത്. വിജയുടെ ഫാൻസൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇത് ആഘോഷമാക്കി മാറ്റുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധി വിജയുടെ അടുത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ മനുഷ്യൻ്റെ ഒരു ഓറയുണ്ടല്ലോ. അപ്പം നിങ്ങൾ വിചാരിക്കും രാഹുൽ ഗാന്ധിയുടെ എന്ന്. രാഹുൽ ഗാന്ധിയുടെ അല്ല, വിജയുടെ ഒരു ഓറ. രാഹുൽ ഗാന്ധി അടുത്ത് വന്ന് നിന്നിട്ട് പോലും രാഹുൽ ഗാന്ധിയുടെ ഓറ മങ്ങിപ്പോകുന്ന തരത്തിലാണ് വിജയുടെ ഓറ ഉണ്ടായിരുന്നത് എന്നുള്ളത് ആ ചടങ്ങ് കണ്ട് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്. അങ്ങനെ തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയം, ദ്രാവിഡ മണ്ണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചിരുന്നൊരു തമിഴ്നാട്ടിൽ വലിയൊരു മാറ്റം, അതായത് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്നും തമിഴ്നാടിനൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. തുടക്കത്തിൽ തന്നെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ, അതായത് വിജയ് മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. വിജയ് മോദിയുടെ ചാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അല്ല, അതിന് വേറെ കാരണങ്ങളുണ്ട്. അതൊക്കെ എന്തായാലും ഞാൻ വഴിയെ പറയാം. എന്തായാലും തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെ കാര്യമാണ് കഷ്ടമെന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ കാര്യം കഷ്ടമെന്ന് പറയാൻ വേറൊന്നുമല്ല, DMK പ്രവർത്തകരെ ഓമാരെ കണ്ടെടുത്ത് വെച്ച് വെട്ടിത്താക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. 2-3 വിഷ്വൽസും പുറത്ത് വന്നിട്ടുണ്ട്. ആടിയെന്നൊക്കെ പറഞ്ഞാൽ സത്യം പറയാൻ മോബ് ലിഞ്ചിങ് എന്നൊക്കെ പറയില്ലേ, കോൺഗ്രസ് കൊടി കണ്ടാലോ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരെ കണ്ടാലോ DMK പ്രവർത്തകർ ഒരുമാതിരി ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ടതുപോലെ അടിച്ച് ഇടിച്ച് കടിച്ച് പറിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആടി നല്ലപോലെ കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഒരു തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിജയ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമല്ലോ. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് മത്സരിക്കുമ്പോൾ വിജയുടെ കൂടെ ഒട്ടിപ്പറ്റി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും കോൺഗ്രസിന് ഒരു 10-12 സീറ്റ് ലഭിക്കാതിരിക്കില്ല. ഇത്തവണ വിജയ് 70 സീറ്റ് വരെ കൊടുക്കാമെന്ന് പറഞ്ഞാണ്. ആ സമയത്ത് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് ആ 70 സീറ്റ് വരെ കൊടുക്കാമെന്ന് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു വന്ന രാഹുൽ ഗാന്ധി അടുത്ത തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നല്ല രീതിയിൽ വിജയോട് വില പേശാം എന്നുള്ളൊരു ഐഡിയയിലാണ് നിലവിൽ നിൽക്കുന്നത്. പക്ഷേ വിജയുടെ ഈ സർക്കാർ, വിജയുടെ നിലവിലത്തെ സർക്കാർ എന്ന് പറയുന്നത് പെട്ടെന്ന് തകർന്നു പോകാൻ കെൽപ്പുള്ള ഒരു ചീട്ട് കൊട്ടാനും പോലത്തെ ഒരു സർക്കാരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയില്ല. കഴിഞ്ഞ ദിവസം സ്റ്റാലിൻ പറഞ്ഞ വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാലിൻ പറഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺഗ്രസിനെ വളർത്തിയത്, അതായത് തമിഴ്നാട്ടിൽ കോൺഗ്രസിനെ വളർത്തിയത്, അവരുടെ വേരറ്റ് പോവാതെ കാത്തു സൂക്ഷിച്ചത് ഞാനാണ്. ഇവന്മാർക്ക് ഒരു രാജ്യസഭാ MP വരെ ഞാൻ കൊടുത്തു. 5 സീറ്റ് ഇത്തവണ കോൺഗ്രസ് നമ്മുടെ തണലിൽ നിന്ന് ജയിച്ചു. എന്നിട്ടാണ് ഇവന്മാർ നമ്മളെ പിന്നീന്ന് കുത്തിയത്. കനിമൊഴിയൊക്കെ അങ്ങ് പാർലമെൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞു, കോൺഗ്രസ്സുകാരന്മാരിവിടെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, നമുക്കൊരു പ്രത്യേക കെട്ടിത്തിരിച്ച ഒരു പ്രത്യേക ഇരിപ്പിടം വേണം ഇരിക്കാൻ, അതായത് DMK MP-മാർക്ക് ഇരിക്കാൻ എന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു അകൽച്ചയിലാണ് ഈ തക്കം നമ്മുടെ തലൈവർ നരേന്ദ്രമോദി. മുതലെടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. അതാണല്ലോ പൊളിറ്റിക്സ്. അതായത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ കുഴിക്കാൻ പറ്റുമോ അവിടെയൊക്കെ കുഴിച്ചോണം. കുഴിച്ച് കുളം തോണ്ടിക്കോണം. അതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ നരേന്ദ്രമോദി ചെയ്യുന്നത്. എന്തായാലും DMK NDA ക്യാമ്പിലേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യം ഒരു ചോദ്യമായി തന്നെ അവശേഷിച്ച് നിൽക്കുമ്പോൾ, തമിഴ്നാട്ടിൽ വിജയ് ഒരു വലിയ വിപ്ലവത്തിലൂടെയാണ് തൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തിയത്. അതായത് നമുക്കറിയാം, നരേന്ദ്രമോദി എന്ത് കാര്യം കൊണ്ടുവന്നാലും ഏറ്റവും അധികം എതിർക്കുന്നത് കേരളത്തിലുള്ള കുറേ സൂഡാപ്പികളും തമിഴ്നാട്ടിലുള്ള കുറേ ദ്രാവിഡന്മാരും അവിടെയുള്ള മതമൗലികവാദികളുമാണ്. ഇത്തവണ വിജയ് നരേന്ദ്രമോദി കൊണ്ടുവന്ന ആ കാര്യം നൈസായിട്ട് നടപ്പിലാക്കിയപ്പോൾ ഒരുത്തനും ഒരു പ്രശ്നവുമില്ല. കാതിന് കുളിർമ എന്ന പോലെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പക്ഷേ നമ്മുടെ മലയാള മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട്, മാതൃഭൂമിയൊക്കെ കൊണ്ടുപിടി ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നീയൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യം പേർന്ന പത്രം തന്നെയുടെ അല്ലേ, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. എന്ത് തന്നെയായിരുന്നാലും മാതൃഭൂമി പറഞ്ഞിരിക്കുന്നത് ഇത് വിവാദങ്ങളിലേക്ക് ആദ്യം തന്നെ വഴി തുറക്കുന്നു എന്നാണ്. സംഭവം എന്താണ്? വന്ദേ മാതരം ജനഗണമനയ്ക്ക് മുമ്പ് പാടിയാണ്, ആലപിച്ചാണ്. അതിൻ്റെ 6 ലൈനുകളും ആലപിച്ചു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സൗത്ത് ഇന്ത്യയിൽ യവന്മാർ പാടാൻ പറ്റൂല എന്ന് പറഞ്ഞ വന്ദേ മാതരം വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ചൊല്ലിയാണ് വിജയ് അധികാരം ഏൽക്കുന്നത്. ഇത് വലിയൊരു സൂചനയാണ് എന്നുള്ളതാണ്, മാറ്റത്തിൻ്റെ സൂചന. ഒന്നാമത് DMK എന്ന് പറയുന്ന ഹിന്ദു വിരുദ്ധ സർക്കാർ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. വിജയ് അവിടേക്ക് കയറി വരുന്നു. നരേന്ദ്രമോദിയുടെ ആജ്ഞ അതുപോലെ അനുസരിച്ച് വിജയ് എന്നാണ് മനോരമ ഇതിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ടെന്ന് പറയുന്നത്. നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത്? വന്ദേ മാതരം ആലപിക്കണം എന്ന്. എന്നാൽ ഇവിടെയുള്ള സുഡാപ്പികൾ ഞങ്ങൾ വന്ദേ മാതരം ആലപിക്കില്ല. വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ ഭാരതത്തിനെ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ മറ്റേ പുള്ളിയുടെ മുമ്പിൽ മാത്രമേ തല ഉന്നിക്കാറുള്ളൂ, നമ്മൾ വേറെ ആരുടെ മുമ്പിൽ തല ഉന്നിക്കാറില്ല എന്നാണ് അവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വന്ദേ മാതരം പാടാൻ പറ്റില്ല എന്നവർ പറയുന്നുണ്ട്. അതുകൊണ്ട് മോദി എന്ത് ചെയ്തു? ഇനി വന്ദേ മാതരത്തിന് എങ്ങാനും നീയൊക്കെ അധിക്ഷേപിച്ച അമ്മച്ചിയാണ് ഇഴിയും തന്നു പൊക്കിൾ നോക്കി കുത്തും തന്ന് നിന്നെയൊക്കെ എടുത്ത് അകത്തിടും എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നു. ഈ നിയമം പാസ്സാക്കി കഴിഞ്ഞ ശേഷം സൗത്ത് ഇന്ത്യയിൽ, അതും തമിഴ്നാട്ടിൽ, സൗത്ത് ഇന്ത്യയിലെ
ഏറ്റവും വലിയ സ്റ്റേറ്റുകളിലൊന്നായ തമിഴ്നാട്ടിൽ വന്ദേ മാതരം അലയടിക്കുകയാണ്. അതും വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ. വിജയെ ഏറ്റിയതാര ജെൻസി അല്ലേ? ആ ജെൻസി പിള്ളേർക്ക് വന്ദേ മാതരം വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അവർ ആലപിച്ച് കേൾക്കുമ്പോൾ ആ ഗാനത്തോട് ഒരു മമത തോന്നില്ലേ? അവർക്ക് അതിനോടൊരു സ്നേഹം തോന്നില്ലേ? അവരുടെ ചുണ്ടുകളിൽ നാളെ വന്ദേ മാതരം തത്തി കളിക്കില്ലേടാ സുഡാപ്പി? ഇതെന്തുകൊണ്ടാണ് നീ ചിന്തിക്കാത്തത്? ഇറങ്ങടാ തെരുവിൽ എന്ന് സുഡാപ്പികളുടെ ഇടയിൽ പല ആൾക്കാരും പറയുന്നുണ്ട്. ഈ ജെൻസി പിള്ളേരുടെ ഇടയിലൊക്കെ ഇങ്ങനെ വന്ദേ മാതരമൊക്കെ ഇങ്ങനെ പടന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ, ദേശീയ ബോധമൊക്കെ ഉണർന്നു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്നുള്ളതാണ് ഇവർ പല ആൾക്കാരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും വിജയ് അധികാരത്തിലേറിയ ശേഷം വിജയ് എന്താണ് ചെയ്തത്? വിജയ് ആദ്യം വിജയുടെ പ്രഖ്യാപിത നയമായിട്ടുള്ള 200 യൂണിറ്റ് വൈദ്യുതി എല്ലാവർക്കും ഫ്രീ ആയിരിക്കും എന്ന് പറഞ്ഞ് ആ പേപ്പറിൽ ഒപ്പിട്ടു. രണ്ടാമതൊരു സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. എന്തിനാണ് അത്? തമിഴ്നാട്ടിൽ സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നവന്മാരെ ഇടിച്ചു നോക്കാനാണ് ആ സ്ക്വാഡ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി മൂന്നാമത് ബോധൈ പൊരുൾ തടൈ ചെയ്യും. ബോധൈ പൊരുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മയക്കുമരുന്ന്. ഇതിനെതിരെ വിജയ് ശക്തമായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിലൊക്കെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങൾ ഇപ്പോൾ ഈ സർക്കാരിൽ വളരെയധികം വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ആദ്യം പറഞ്ഞു ഈ സർക്കാർ എന്ന് പറയുന്നത് ചീട്ടുകൊട്ടാലം പോലെ താഴെ വീഴാം എന്നുള്ളത്. ഈ സർക്കാരിൻ്റെ ഒരു പ്രത്യേകത, ഈ സർക്കാർ നിൽക്കുന്നത് തന്നെ ഒരുപാട് മുന്നണികളെ കെട്ടിപ്പടുത്ത് വിജയ് അവരുടെ അടുത്തൊക്കെ പോയി കയ്യും കാലും പിടിച്ച് ഒരുവിധം 118 തികച്ചാണ് ഈ സർക്കാർ നിൽക്കുന്നത്. ഈ സർക്കാരിൽ DMKയുടെ കൂടെ നല്ല രീതിയിൽ ബന്ധം പുലർത്തുന്നവരാണ് വിജയുടെ സർക്കാരിൽ ഘടകകക്ഷികളായിട്ട് നിൽക്കുന്നത്. അതിൽ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ DMK കട്ടപ്പയെ പോലെ പിറകിന്ന് കുത്തിയിട്ട് ഇറങ്ങിപ്പോയത്. ബാക്കിയുള്ള എല്ലാവരും, ഈവൻ CPM പോലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും അവിടെ സ്റ്റാലിനോട് പോയി ചോദിച്ചിട്ടാണ് വിജയ്ക്ക് പിന്തുണ കൊടുത്തിരിക്കുന്നത്. ഇതാണ് സ്റ്റാലിൻ പറഞ്ഞത്. കോൺഗ്രസ് മാത്രമാണ് ഞങ്ങളെ വന്ന് കാണാത്തത്, ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഞങ്ങളോട് വന്ന് കണ്ട് നന്ദി പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? നാളെ ഞാൻ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ അവരിങ്ങോട്ടേക്ക് വരും. അതായത് CPM-നടക്കം, അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കടക്കം അറിയാം നാളെ ഒരുപക്ഷേ സ്റ്റാലിൻ വീണ്ടും വന്നാലോ, DMK സർക്കാർ വീണ്ടും വന്നാലോ. ഇതിപ്പോൾ ഒരു പുതിയൊരു സർക്കാരാണല്ലോ, ഇതിപ്പോൾ ഏത് രീതിയിലോട്ട് പോകുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ നാളെ എന്തെങ്കിലും തമിഴ്നാട്ടിനെ സർക്കാരിനെ പിടിച്ചു കുലുക്കുന്ന ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഈ വിജയുടെ സർക്കാരിനെ ഈസി ആയിട്ട് താഴെ ഇറക്കാൻ സ്റ്റാലിന് സാധിക്കും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വിജയോട് സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ അവർ സ്റ്റാലിൻ്റെ അനുമതിയോടുകൂടിയാണ് പോയിരിക്കുന്നത്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന്മാരെ ഗതിയാണ് ഗതി. കുറേ കാലം സ്റ്റാലിനെ നമ്മുടെ പിണറായി വിജയൻ സഖാവിൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് നടന്നു. ഈ സ്റ്റാലിൻ ഇറങ്ങിയപ്പോൾ വിജയത്തെറി പറഞ്ഞ് സ്റ്റാലിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ കാണാടാ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ വിജയ്ക്ക് പോയി പിന്തുണ കൊടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇനിയിപ്പോൾ ആരെ സപ്പോർട്ട് ചെയ്യും? ഇനി മറ്റേ സംഭവം എടുത്ത് കാച്ചാം. മതനിരപേക്ഷ ഇന്ത്യയിൽ TVK എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ടി ഉദയം കൊണ്ടിരിക്കുന്നു. നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ, നരേന്ദ്രമോദി ഉറങ്ങാതിരിക്കാൻ, നരേന്ദ്രമോദി അപ്പിടുമ്പോൾ വല്ല ഭയന്ന് വിറയ്ക്കാൻ എന്നുള്ളൊരു സാധനം എടുത്തവന്മാരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, തുടക്കം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ശിരസാ വഹിച്ചുകൊണ്ട് ഞാനൊരു ദേശീയവാദിയാണെന്നുള്ളൊരു രീതിയിലാണ് വിജയ് ഇപ്പോൾ അധികാരത്തിൽ ഏറിയിരിക്കുന്നത്. നാളെ ചിലപ്പോൾ ഇനി NDA വല്ലതും വിജയുടെ ഘടകകക്ഷി വല്ലതും ആയിക്കഴിഞ്ഞാൽ വിജയ് പറഞ്ഞ അവിടുത്തെ ജെൻസി കേൾക്കൂലേ? സുഡാപ്പി നിൻ്റെത്താണ് അവിടെയുള്ള ജെൻസി ഇപ്പം നമുക്കിപ്പോഴേ അറിയാം. അതായത് വിജയ് രാവിലെ വിളിച്ച് ഉണർത്തിയിട്ട് പാദയാത്രയാണെന്ന് പറയാൻ അവർ പറയും അതാണ് വിജയുടെ സ്റ്റാർ പവർ അവിടെ. അങ്ങനെയുള്ള വിജയ് NDA കുഴപ്പമില്ലാത്തൊരു കക്ഷിയാണ്, ഞാനില്ലേ എന്ന് പറഞ്ഞ് NDA കയറ്റിയ തേങ്ങ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണെന്നാണ് പല ആൾക്കാരും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും നമുക്ക് നമ്മുടെ മാറൂമി ദിനപത്രത്തിൻ്റെ ഓൺലൈൻ വേർഷൻ്റെ ആ ഒരു ചൊറിച്ചിലൂടെ വായിച്ചത് നിർത്താം. മാതൃഭൂമി പറഞ്ഞിരിക്കുന്നത്, ദേശീയഗാനത്തിന് മുന്നേ വന്ദേ മാതരം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ BJPയെ കടത്തിവെട്ടി വിജയ് എന്നാണ് മാതൃഭൂമി ഓൺലൈൻ കൊടുത്തിരിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് അധികാരമേറ്റ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം ആലപിച്ചത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നു എന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ തന്നെ പറയുന്നു, അത്രയേ ഉള്ളൂ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരം ദേശീയഗാനത്തിന് മുൻപായി വന്ദേ മാതരത്തിൻ്റെ 6 ഖണ്ഡികകളും ചടങ്ങിൽ ആലപിച്ചു. ഇതോടെ ദേശീയഗാനത്തിൻ്റെ കാര്യത്തിൽ BJP ഒരുപടി മുന്നിലാണ് താനെന്ന് വിജയ് തെളിയിച്ചതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ദേശീയഗാനത്തിന് മുൻപായി വന്ദേ മാതരത്തിന്റെ 6 ഖണ്ഡികകളും ആലപിക്കണമെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജനുവരി 28 ഉത്തരവ് വിജയ് സർക്കാർ പൂർണ്ണമായും നടപ്പിലാക്കി. 1950 ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ച 2 ഖണ്ഡികകൾ മാത്രം ആലപിക്കുന്ന രീതിയിൽ നിന്നുള്ള വലിയൊരു മാറ്റമാണിത്. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ഗാനാലാപനം നടന്നത് എന്നതാണ് ശ്രദ്ധേയം. ആ മണ്ടനാണെങ്കിൽ അത് മനസ്സിലായില്ല, അത് വേറൊരു കാര്യം. അത് ഇതിൽ എഴുതിയിട്ടില്ല, അത് ഞാൻ പറഞ്ഞതാണ്. വന്ദേ മാതരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ആലപിക്കുന്നത്
നിർബന്ധമാക്കുന്നതിനെ എതിർക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. അടിപൊളി. കഴിഞ്ഞ ശനിയാഴ്ച കൊൽക്കത്തയിൽ നടന്ന പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം ആലപിച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആ ചടങ്ങിൽ പങ്കെടുത്തിട്ടും അവിടെ കേന്ദ്ര നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല. എന്നാൽ BJPയുടെ രാഷ്ട്രീയ എതിരാളിയായി കണക്കാക്കപ്പെടുന്ന വിജയ് തൻ്റെ ചടങ്ങിൽ കേന്ദ്ര നിർദ്ദേശം കൃത്യമായി പാലിച്ചത് രാഷ്ട്രീയ വൃത്തങ്ങളെ അമ്പരപ്പിച്ചു, പ്രത്യേകിച്ച് ഞങ്ങളെ. വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചതിന് ശേഷമാണ് ദേശീയ ഗാനം ആലപിച്ചത്. ഇതിനുശേഷം തമിഴ്നാടിൻ്റെ സംസ്ഥാന ഗാനമായ തമിഴ് തായ് വാഴ്ത്ത് ആലപിച്ചതിന് ശേഷമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങിയത്. അച്ചോടാ, വല്ലാത്ത ചെയ്തായിപ്പോയി. അപ്പം ശരി.